നിർമ്മാർജ്ജനത്തിനും ഇലക്ട്രിക് ഓട്ടോകളും ഹെവി ഡ്യൂട്ടി കാർഡുകളും വിതരണം ചെയ്തു. വൈപ്പിൻ മണ്ഡലത്തിലെ 5 പഞ്ചായത്തുകളിൽ മാലിന്യ നിർമ്മാർജ്ജന സംവിധാനത്തിന് പിന്തുണയുമായി OXM ഇലക്ട്രിക് ഓട്ടോകളും ഹെവി ഡ്യൂട്ടി കാർഡുകളും കുഴുപ്പുള്ളിയിലെ അയ്യമ്പള്ളി സഹകരണ നിലയത്തിൽ നടന്ന ചടങ്ങിൽ വൈപ്പിൽ MLA ശ്രീ KN ഉണ്ണികൃഷ്ണൻ വിതരണം ചെയ്തു. കൊച്ചിൻ DP വേൾഡിന്റെ CSR ഫണ്ട് ഉപയോഗിച്ച് NGO പാർട്ട്ണറായ എറണാകുളം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ സഹകരണത്തോടെ നടപ്പിലാക്കിയ പദ്ധതിയുടെ പ്രയോജനം പള്ളിപ്പുറം, കുഴുപ്പുള്ളി, നായരമ്പലം, ഞാറക്കൽ, എളങ്ങുന്നപ്പുഴ പഞ്ചായത്തുകൾക്ക് ലഭിക്കും. ഓരോ പഞ്ചായത്തിനും ഒരു ഇലക്ട്രിക് ഓട്ടോയും 10 വീതം ഹെവി ഡ്യൂട്ടി കാർഡുകളും വിതരണം ചെയ്തു. 30 ലക്ഷം രൂപയാണ് DP വേൾഡ് ഇതിനായി ചിലവഴിച്ചത്. ശ്രീ KN ഉണ്ണികൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ DP വേൾഡ് CEO പ്രവീൺ തോമസ് ജോസഫ് മുഖ്യാതിഥിയായി. എറണാകുളം സോഷ്യൽ സർവീസ് സൊസൈറ്റി പ്രസിഡന്റ് ഫാദർ ആന്റണി സിജൻ മനുവേലിപ്പറമ്പിൽ ആമുഖ പ്രഭാഷണം നടത്തി. വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുളസി സോമൻ അധ്യക്ഷയായി. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KS നിബിൻ, രമണി അജയൻ, നീതു വിനോദ്, മിനി രാജു, രസികല പ്രിയരാജ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KS സാജിദ് എന്നിവർ സംസാരിച്ചു. ചടങ്ങുകൾക്ക് DP വേൾഡ് HR ഹെഡ് ശ്രീ പൂർണ്ണ ചന്ദ്രൻ, സീനിയർ മാനേജർ ശ്രീ മകേഷ് കുമാർ എന്നിവർ നേതൃത്വം നൽകി. നമ്മുടെ സമൂഹത്തെ കൂടുതൽ നന്മയിലേക്കും കൂടുതൽ കഴിവുകളിലേക്കും നല്ല നല്ല സാഹചര്യങ്ങളിലേക്കും നയിക്കാൻ കഴിയും എന്ന് കൂട്ടായി ചിന്തിക്കുന്ന ഒരുപാട് നല്ല മനസ്സുകൾ ഇന്ന് നമ്മുടെ ഈ സ്റ്റേഡിയത്തിൽ ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. ഞാൻ ഒരു വൈദ്യകാരനാണ്. എൻ്റെ വീട് എളങ്ങുന്നപ്പുഴയിലാണ്. എളങ്ങുന്നപ്പുഴ പഞ്ചായത്തിലെ 6ാം വാർഡ് മെമ്പറാണ്. ഇപ്പോൾ എറണാകുളത്ത് ESSന്റെ ഡയറക്ടറായിട്ട് സേവനം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ ദേശത്തിൻ്റെ ആവശ്യങ്ങൾ എന്തെന്നും ഈ ദേശത്തിൻ്റെ കുറവുകൾ എന്തെന്നും നല്ല വിധത്തിൽ അറിവുള്ള ആളാണ്. ആ കുറവുകളിലേക്കും നമ്മുടെ ആവശ്യങ്ങളിലേക്കും ഇറങ്ങി വരുന്ന DP വേൾഡിന് പ്രത്യേകമായ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇന്ന് ദിവസം നമ്മുടെ ഈ മീറ്റിംഗ് അധ്യക്ഷത വഹിക്കുക ശ്രീമതി തുളസി സോമൻ, നമ്മുടെ വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്. എല്ലായ്പ്പോഴും നമ്മുടെ വിവിധ ആവശ്യങ്ങൾക്ക് ഞാനിവിടെ ശ്രദ്ധിക്കുകയായിരുന്നു. എല്ലാവരെയും ചെന്ന് വളരെ സൗഹാർദ്ദപരമായി സംസാരിക്കുകയും നമുക്ക് എപ്രകാരം മുന്നോട്ട് പോകാൻ കഴിയും എന്ന് ചിന്തിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ശ്രീമതി തുളസി സോമൻ എപ്പോഴും നമ്മോടൊപ്പം ആയിരിക്കും. തരത്തിലുള്ള എല്ലാ ഭൗതിക സാഹചര്യങ്ങളും ആദ്യഘട്ടത്തിൽ ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നില്ല. കുറേ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 2ാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ അതിനനുസരിച്ചുള്ള വാഹന സൗകര്യങ്ങൾ പ്രിയപ്പെട്ട സഹോദരിമാരുടെ ഏറ്റവും വലിയ വേദനയും ഈ ചാർജ് കൂട്ടിക്കൊണ്ട് നടക്കുന്ന ഒരു വിഷമമാണ്. അപ്പം ഞാനിവിടെ വന്നപ്പോൾ തന്നെ ആ സഹോദരിമാരോട് പറഞ്ഞു, ചാർജ് കൂട്ടിക്കൊണ്ട് നടക്കുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിൽ കാണാനില്ല, അത് നമ്മുടെ തൊഴിലായിട്ട് കാണുന്നു. ഇവിടെ ഏറ്റവും അംഗീകാരമുള്ള ആളുകൾ എന്ന് പറയാൻ വരുന്നത് നിങ്ങൾ തന്നെയായിരിക്കും. അത് കേരളത്തിൽ അഭിമാനത്തോടെ തന്നെ ഹരിതകർമ്മസേനയെ ഈ ഭരണ സർക്കാരും ത്രിതല പഞ്ചായത്തുകളും ചേർത്ത് നിർത്തിയിട്ടുണ്ട്. ഞങ്ങൾ പലവിലാണ്, പക്ഷെ ആ ജനമനസ്സുകളിലേക്ക് നിങ്ങൾ ഇടം പിടിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് സർക്കാർ നിങ്ങളെ അംഗീകരിച്ചത്. ചടങ്ങാണ്. അതിനാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. കേരള സർക്കാരിൻ്റെ നവകേരളം, വൃത്തിയുള്ള കേരളം, വലിച്ചെറിയൽ മുക്ത കേരളം, മാലിന്യമുക്ത കേരളം എന്ന മനോഹരമായ ഒരാശയം അത് സഫലീകരിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ദീർഘനാളുകളായി, പ്രത്യേകിച്ച് കഴിഞ്ഞ 1 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ പദ്ധതി പ്രഖ്യാപിച്ചത് എന്നെല്ലാവർക്കും അറിയാം. കഴിഞ്ഞ 1 വർഷങ്ങളായി നമ്മൾ ഈ ലക്ഷ്യത്തെ എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കൂട്ടായ
പരിശ്രമങ്ങളിലാണ് ഏർപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി 1 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു കർമ്മ പദ്ധതി നമ്മൾ ആവിഷ്കരിച്ചു. അതിലൊന്ന് ഇപ്പോൾ നമ്മൾ ഈ സന്ദർഭത്തിൽ ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്ന ഇപ്പോഴത്തെ ലാൻഡ് കഴിഞ്ഞിട്ടുള്ള മഴക്കാലപൂർവ്വ ശുചീകരണമാണ്. 2 തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് മാലിന്യമുക്ത കേരളത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനും അതുപോലെ അതുമായി ബന്ധപ്പെട്ട് മാലിന്യ മുക്തമായ കേരളത്തിന് വേണ്ടിയിട്ടുള്ള മാലിന്യ സംസ്കരണത്തിൻ്റെ ആധുനികമായ സാങ്കേതിക വിദ്യകളെല്ലാം പരിചയപ്പെടുത്താനും അതിനുള്ള പിന്തുണ നൽകുക എന്നുള്ളതാണ് സർക്കാർ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം. അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളും കേരളത്തിൽ ഏതാണ്ട് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, മാലിന്യം നമുക്കറിയാവുന്ന ഒരു സാമൂഹിക പ്രശ്നമായി നമ്മുടെ കേരളത്തിൽ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അത്തരമൊരു ഘട്ടത്തിലാണ് അതിനെ അഭിസംബോധന ചെയ്യേണ്ട ആവശ്യകത മനസ്സിലാക്കി സർക്കാർ ഇടപെട്ടത്. അപ്പം അതിലേറ്റവും പ്രധാനം, മലയാളിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിലപ്പോൾ 2 നേരം കുളിക്കും, നല്ല വസ്ത്രങ്ങൾ ധരിക്കും, നമ്മുടെ വീടിനോട് ചേർന്നാണ് നമ്മുടെ സെപ്റ്റിക്കാലുകളും മറ്റു കാര്യങ്ങളും എല്ലാം ടോയ്ലറ്റുകളെല്ലാം നമ്മുടെ കുടുംബത്തോടൊപ്പം തന്നെയാണെങ്കിൽ പോലും വ്യക്തി ശുചിത്വം പാലിക്കുന്നതിൽ, സാമൂഹ്യ ശുചിത്വം പാലിക്കുന്നതിൽ, വ്യക്തി ശുചിത്വം പാലിക്കുന്നതിലെല്ലാം മലയാളികൾ മുന്നിലാണെങ്കിലും സാമൂഹ്യ ശുചിത്വം പാലിക്കുന്നതിൽ വളരെ പിറകിൽ നിൽക്കുന്നൊരു മനോഭാവം കേരളത്തിലുണ്ടായിരുന്നു. അപ്പം അത് മാറ്റിയെടുക്കുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ദൗത്യമായിരുന്നു മലയാളികളെ സംബന്ധിച്ചിടത്തോളം. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ലക്ഷ്യം വെച്ചത് അജൈവ മാലിന്യം അതെല്ലാം ഉറവിടത്തിൽ തന്നെ പരമാവധി കഴിയുമെങ്കിൽ 100% ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കണം എന്ന ലക്ഷ്യമാണ് നമ്മൾ മുന്നോട്ട് വെച്ചത്. 90 ലക്ഷം രൂപ ഈ വർഷം തന്നെ ചെലവഴിക്കാൻ പോകുന്നതാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വന്നതുകൊണ്ട്, പെരുമാറ്റച്ചട്ടം വന്നതുകൊണ്ട് മാത്രം ആ പദ്ധതി തൽക്കാലം പെൻഡിങ് വെച്ചിരിക്കുകയാണ്. 4-ാം തീയതിക്ക് ശേഷം അതിൻ്റെ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നതായിരിക്കും. അത് പുതുപ്പള്ളി പഞ്ചായത്തിൽ മാത്രം നമ്മുടെ ഒക്കാളി കർഷകരുടെ കൂട്ടായ്മ ഈ ഫണ്ടിൻ്റെ വിനിയോഗവുമായി ബന്ധപ്പെട്ട് ഇതിനകം രൂപീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി കർഷകരുടെ അക്കൗണ്ടിലേക്ക് കൃഷിക്ക് ഉപയോഗിക്കാൻ ഉതകുന്ന തരത്തിൽ 4 ലക്ഷം രൂപയുടെ സഹായം ഈ പുതുപ്പള്ളി പഞ്ചായത്തിൽ മാത്രം കർഷകരുടെ കൂട്ടായ്മയിലേക്ക് അവർ അയച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒക്കാളി കൃഷിക്ക് വേണ്ടി ചെത്തിവിരിപ്പ് എന്ന ഒരു വിത്തിനം ശേഖരിക്കുകയും വിത്ത് വിതയ്ക്കുന്നതിനായി അവർ പാടശേഖരം കണ്ടെത്തുകയും അവിടെ പറയും ഉപയോഗിച്ച് വെള്ളം വറ്റിച്ച് വിതയ്ക്കുന്നതിനാവശ്യമായിട്ടുള്ള പാടശേഖരം വരെ അവർ കണ്ടെത്തി കഴിച്ചു. അതുപോലെ തേനീച്ച വളർത്തുന്നതിൻ്റെ ഭാഗമായി 100 ഗുണഭോക്താക്കൾ പുൽപ്പള്ളിയിൽ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ പള്ളിപ്പുറം പഞ്ചായത്തിൽ തെരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന്, ജൂൺ 4-ന് ശേഷം ഒരു കർഷക കൂട്ടായ്മ രൂപീകരിക്കുകയും അതിൻ്റെ ഭാഗമായി ഈ പച്ചക്കറി വിത്തിന്റെ വിതരണം എല്ലാം നടത്തുന്നതിന് വിദഗ്ധരുടെ ഉപദേശപ്രകാരം തേനീച്ചക്കൂടിന്റെ വിതരണം മഴക്കാലം കഴിയുന്നതുവരെ നീട്ടിവെക്കാനും തുടർന്നും അത് ചെയ്യാനുമാണ് തീരുമാനിച്ചത്. പഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണ സംബന്ധിച്ചുള്ള ഒരു പദ്ധതി ഉദ്ഘാടനമാണ് നമ്മളിവിടെ ക്രമീകരിക്കുന്നത്. മാലിന്യ മുക്തതയെക്കുറിച്ച് സർക്കാർ നടത്തുന്ന പരിശ്രമങ്ങളെക്കുറിച്ച് ബഹുമാനപ്പെട്ട വളരെ ദീർഘമായി പറയുകയുണ്ടായി. അത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. മാലിന്യ നിർമ്മാർജ്ജനം, മാലിന്യ സംസ്കരണം, ശുചിത്വം, ഇത് നമ്മുടെ പഞ്ചായത്തിന് മാത്രമല്ല സംസ്ഥാനത്തിന് പോലെ നമ്മുടെ രാഷ്ട്രത്തെ തന്നെ അഭിമുഖീകരിക്കുന്ന ഒരു സജീവമായ ഒരു പ്രശ്നം നടത്തിക്കൊണ്ട് വരുന്ന 2 വ്യവസായങ്ങൾ കേരളത്തിലുണ്ട്. ഒന്ന് IT ഇൻഡസ്ട്രി, അതായത് സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രി. രണ്ടാമത് ടൂറിസം. അപ്പൊ ഈ 2
വ്യവസായത്തിൽ കോമൺ ആയിട്ടുള്ള ഫാക്ടർ, അതായത് രണ്ടും നോൺ പൊല്യൂട്ടിങ്. ടൂറിസം ഓഫ് കോഴ്സ് ശുചിത്വമില്ലെങ്കിൽ ടൂറിസ്റ്റ് വരില്ല. IT സോഫ്റ്റ്വെയറിനെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ അത് നോൺ പൊല്യൂട്ടിങ്, യാതൊരു തരത്തിലുള്ള മലിനീകരണം ഇല്ലാത്തൊരു ഇൻഡസ്ട്രി. ഈ രണ്ട് വ്യവസായങ്ങളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പോഴുള്ളത്. മുമ്പോട്ടുള്ള പുരോഗതി ഇത് തന്നെ ഈ വ്യവസായങ്ങളായിരിക്കും എന്നുള്ളതാണ്. ജനകീയ ആസൂത്രണ പ്രസ്ഥാനത്തിലൂടെയൊക്കെ നമ്മളുടെ നാട് വലിയ പുരോഗതി നേടിയിട്ടുണ്ട്. ആ നാട്ടിലെ ജനങ്ങളുടെ ജീവിത നിലവാരം വീണ്ടും ഉയർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി നമ്മുടെ സംസ്ഥാനം ഒരു നവകേരള സൃഷ്ടി എന്നൊരു ആശയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ ആ നവകേരളം അല്ലെങ്കിൽ നവകേരള സൃഷ്ടി എന്ന വാക്കിന് മുമ്പിൽ ചേർത്ത ഒരു പ്രധാനപ്പെട്ട വാക്കാണ് മാലിന്യ മുക്ത നവകേരളം എന്നുള്ളത്. അപ്പോൾ നമ്മളുടെ സംസ്ഥാന സർക്കാർ നമ്മളുടെ നാടിനെ മാലിന്യമുക്തമാക്കുക എന്ന ആ പ്രവൃത്തിക്ക് വലിയ പ്രാധാന്യമാണ് കൊടുത്തിട്ടുള്ളത് എന്ന് നമുക്ക് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്ത് രാജ് ആക്ടിലടക്കം മാലിന്യ മുക്ത പഞ്ചായത്ത് എന്ന രീതിയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് അത് കാണുന്നത്. പഞ്ചായത്തുകളെ സംബന്ധിച്ചൊരു സന്തോഷത്തിന്റെ ദിവസമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ നവകേരള സൃഷ്ടിക്കായി നമ്മുടെ സർക്കാർ മുന്നോട്ട് പോകുന്ന പദ്ധതി നമ്മുടെ വൈപ്പിനെ ഏത് രൂപത്തിലാണെങ്കിലും ആരുടെ സഹായത്തോടെയാണെങ്കിലും നല്ല രീതിയിൽ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സഹായിച്ചിട്ടുണ്ട്. ഇനിയും നമ്മളുടെ ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. DP വേണ്ടിയും നമ്മുടെ MLA നേതൃത്വത്തിൽ DP വേണ്ടി നമ്മളെ നന്നായിട്ട് സഹായിക്കുന്നത് തന്നെയാണ് അവസരത്തിൽ. അതുപോലെ തന്നെ നമ്മുടെ പാതകളെ പറഞ്ഞതുപോലെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇനി എറണാകുളത്ത് നിന്ന് പൈപ്പിന്റെ കയ്യിലേക്ക് കൊണ്ടുവരാനായി ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തു തരണമെന്നാണ് ഈ പാവപ്പെട്ട പഞ്ചായത്ത് അംഗങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവിടെ DP വേണ്ടിയോടും അച്ഛനോടും ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നത്. എല്ലാം പള്ളിപ്പുറ പഞ്ചായത്തിനെ അഭിനന്ദിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ പേരെയും പള്ളിപ്പുറ പഞ്ചായത്തിനെ അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ എല്ലാവരും ആശംസകൾ മുക്തമാക്കാൻ വേണ്ടി പഞ്ചായത്തുകൾ വളരെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, പ്ലാസ്റ്റിക് കൂടുകയാണുള്ളത്. അപ്പോൾ വളരെ പല രീതിയിലും പഞ്ചായത്തുകൾക്ക് പദ്ധതികൾ പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കാറില്ല. നമുക്കറിയാം, സാമ്പത്തികമായി ബന്ധപ്പെടുന്ന ഒരു ഇത്. അപ്പൊ അതിനുവേണ്ടി ഹരിതകർമ്മസേനയെ സഹായിക്കുന്നതിന് വേണ്ടി MLA ഈ പ്രവർത്തിക്കും. വളരെയധികം നന്ദി. അതിന് സപ്പോർട്ട് ചെയ്ത DP വേണ്ടിയും ഇനിയും ഇതുപോലുള്ള സഹായ സഹകരണങ്ങൾ പഞ്ചായത്തിന് വേണ്ടി പ്രതീക്ഷിച്ചുകൊണ്ട് നയമ്പല പഞ്ചായത്തിന്റെ പേരിൽ നന്ദി അർപ്പിക്കുകയും എല്ലാവർക്കും വളരെ സന്തോഷമുള്ള ദിവസമാണ്. നമ്മൾക്ക് ഹരിതകർമ്മസേനകൾക്ക് ആ മാലിന്യങ്ങൾ ശേഖരിക്കാനുള്ള വാഹനങ്ങൾ നമ്മൾക്ക് ലഭിക്കുകയാണ്. കൂടുതൽ പറഞ്ഞ് എല്ലാവർക്കും അടുത്തിരിക്കുകയാണെങ്കിൽ എനിക്ക് തന്നെ അറിയാം, കൂടുതൽ പറയുന്നില്ല. DP എറണാകുളം സോഷ്യൽ സർവീസ് സൊസൈറ്റി ചേർന്ന് നമുക്ക് ഒത്തിരിയേറെ നല്ല പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കാഴ്ചവെക്കിയ സഹായ സംഘടനകൾക്ക് പ്രത്യേകം നന്ദി പറയുന്നു. സോഷ്യൽ സർവീസ് സൊസൈറ്റി നമ്മുടെ സുനാമിയുണ്ടായ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ സഹായങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പം അത് പ്രത്യേകം ഞാൻ ഈ സമയത്ത് എടുത്തു പറയുകയാണ്. എല്ലാവിധ ആശംസകൾ നേരുന്നതോടൊപ്പം തന്നെ എറണാകുളം സോഷ്യൽ സർവീസ് സൊസൈറ്റി നല്ല രീതിയിൽ ഉയർന്ന് പന്തലിച്ച് പടരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എവിടെ ചെന്നാലും മലയാളികൾ ശുചിത്വത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഏതൊരു മേഖലയെടുത്താലും നമ്മൾ ഒട്ടനവധി അഭിമാനത്തോടുകൂടി തന്നെ നമ്മളെ തന്നെ വളരെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാൾക്കാരാണ്. പക്ഷേ കേരളം ഇപ്പോൾ മുന്നേ വിട്ട് എവിടെ പോയാലും നിയമങ്ങളുടെ കാര്യത്തിലും അതുപോലെ ഏത് കാര്യത്തിലും വളരെ നിയമങ്ങളെ കർശനമായിട്ട് അനുസരിക്കാനും ഒക്കെ വളരെയധികം മുൻകരുതലും ഇതൊക്കെ കാണിക്കുന്ന മലയാളി സമൂഹം ആണ് നമ്മളെന്ന കാര്യത്തിൽ തർക്കവും വേണ്ട. പക്ഷേ നേരെ തിരിച്ച് നമ്മൾ കേരളത്തോട്ടൊക്കെ വരുമ്പോൾ കാര്യങ്ങളൊക്കെ നേരെ കലർന്നു അല്ലേ. ഒരു നിയമങ്ങളും നമ്മൾക്ക് സ്ഥാപിക്കാനാണെങ്കിലും അല്ലാതെയാണെങ്കിലും ഒരു നിയമങ്ങളും നമ്മളത്ര
കാര്യമായിട്ട് അത്ര ശ്രദ്ധിക്കാറോ അല്ലെങ്കിൽ പാലിക്കാനൊരു വിമുഖത നമ്മൾക്ക് മലയാളികൾക്ക് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ഒന്നാം പിണറായി ഗവൺമെന്റ് തന്നെ ആവിഷ്കരിച്ച 4 മിഷനുകൾ ഒരു നവകേരള സൃഷ്ടിക്ക് വേണ്ടി അതിൻ്റെ ഭാഗമായി കേരള സംസ്ഥാനത്തെ സീറോ വേസ്റ്റ് സംസ്ഥാനമായി, മാലിന്യമുക്ത സംസ്ഥാനമായി മാറ്റുക എന്നൊരു ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. കേരളത്തിന് മാലിന്യങ്ങളുടെ കണക്കെടുക്കുമ്പോൾ ഒരു വർഷം 25 ലക്ഷം ടൺ മാലിന്യങ്ങൾ ഉണ്ടാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ 250 കോടി കിലോഗ്രാം മാലിന്യം ഒരു വർഷം ഉണ്ടാവുന്നു. അപ്പൊ എത്ര മാത്രം വലിയ ഒരു കടമ്പയാണ് നമുക്ക് മറികടക്കേണ്ടത് എന്ന് പറയുന്നത്. കേരളം കൊച്ചു സംസ്ഥാനമാണ്, പക്ഷെ ജനസാന്ദ്രത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഉപഭോഗ സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ഓരോ വീടുകളിലും സ്ഥാപനങ്ങളിലും ഓരോ ദിവസവും ഉണ്ടാകുന്ന മാലിന്യങ്ങളുടെ തോത് വർദ്ധിക്കുന്നത്. ഈ 25 ലക്ഷം ടൺ മാലിന്യത്തിൽ 60-30% ജൈവ മാലിന്യമാണ്, ബാക്കി 31% അജൈവ മാലിന്യം. എന്ന് പറഞ്ഞാൽ ഈ ഹരിതകർമ്മ സേന അംഗങ്ങൾ കൂടി വീടുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന മാലിന്യങ്ങളുടെ കണക്കെന്ന് പറയുന്നത് 31%. ആകെയുള്ള മാലിന്യങ്ങൾ 31%. ഈ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.